നമുക്ക് ആദ്യം ഒരു ഹിവാറിലേക്ക് പോവാം. ഹിവാർ എന്ന് പറഞ്ഞാൽ സംഭാഷണമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ സംഭാഷണം നടക്കുന്നത് ഒരു മകനും അതുപോലെ തന്നെ വാലിദും കൂടെയാണ്. മകൻ വാപ്പയോട് നടത്തുന്ന ഒരു സംഭാഷണമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭാഷണമാണ്. ഗദൻ റമളാൻ യ അബി അഅലനൽ മുദിഉ മുൻദു ലഹ്ള. നാളെ റമളാനാണ് വാപ്പേ. മുദിഉ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ്, ഒരു സെക്കൻഡ് മുമ്പ് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ പള്ളിയിലൊക്കെ റമളാനായി കഴിഞ്ഞാൽ ബാങ്കിന്റെ കാര്യം, റമളാന്റെ കാര്യം, നോമ്പിന്റെ കാര്യമൊക്കെ വിളിച്ച് പറയാറുണ്ട്. അത്തരത്തിൽ അതുപോലെ തന്നെ ചാനലുകളിലും മറ്റു മീഡിയകളിലൊക്കെ പറയാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഇവിടെ മുദിഉ എന്ന് പറയുന്നയാൾ റമളാൻ പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അൽഹംദുലില്ലാ, അത് കേട്ടപ്പോൾ വാലിദ് പറഞ്ഞു, അൽഹംദുലില്ലാ ലഖദ് അഹ്ലർതു മഇ കുല്ലമാ നഹ്താജു ഇലൈഹി ഫി സുഹൂർ. ഞാൻ അത്താഴത്തിന് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും എൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ലഖദ് അഹ്ലർതു മഇ, ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. കുല്ലമാ നഹ്താജു ഇലൈഹി ഫി സുഹൂർ, അത്താഴത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും. അല്ലെ, അത്താഴത്തിന് ഓരോ നാട്ടിലും ചിരങ്ങക്കറി ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു വിഭവങ്ങളൊക്കെ ഉണ്ടാവും, ഇത്തരത്തിലുള്ള സാധനങ്ങൾ. സുഹൂർ എന്ന് പറഞ്ഞാൽ അത്താഴം എന്നാണ് അർത്ഥം. ഇതിന്റെ മലയാളം തൊട്ടു താഴെ പേജിലുണ്ട്, അത് നോക്കി നമ്മൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇബ്നു പറയാണ്, വഅത്തനി അൻ അസൂമ ഹാദൽ ആം യ അബി. ഇത്തവണ ഞാൻ നോമ്പെടുക്കാമെന്ന് നിങ്ങൾ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടികളാകുമ്പോൾ നോമ്പ് എടുക്കണ്ടെന്ന് പറയും, അടുത്ത വർഷം നോമ്പ് എടുക്കാന്ന് പറയും. ആ രീതിയിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ എന്നോട് എന്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അൻ അസൂമ ഹാദൽ ആം, ഈ വർഷം നോമ്പെടുക്കാൻ നിങ്ങൾ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വാലിദ് പറയും, എന്താ വഅദി, അതെ ശരിയാണ്, ഞാൻ ആ വാഗ്ദാനത്തിൽ തന്നെയാണുള്ളത്. സുർത്തൽ ആന റജുലൻ, നീ ഇപ്പോൾ ശരിക്കും ഒരു ആൺകുട്ടിയായിട്ടുണ്ട്. അപ്പോൾ സിയാമു വാജിബിൻ അലൈക്, അതുകൊണ്ട് നിങ്ങൾക്ക് നോമ്പെടുക്കൽ നിർബന്ധമാണ്. ആണായിട്ടുണ്ട് അല്ലെ, പ്രായപൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ ശരിക്കും ആൺകുട്ടിയായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് നോമ്പെടുക്കൽ നിർബന്ധമാണ് എന്ന രീതിയിലാണ്. അപ്പം ചെറിയ കുട്ടികൾക്ക് നോമ്പെടുക്കൽ സുന്നത്തല്ലേ ഉള്ളൂ, റജുലായിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് നോമ്പെടുക്കൽ നിർബന്ധമാണ്. അപ്പൊ മകൻ പറയും, മമതാവലു സുഹൂർ, അതുകൊണ്ട് വാപ്പ നമ്മൾ എപ്പോഴാണ് അത്താഴം കഴിക്കുക? സുഹൂർ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത്താഴമാണ്. തനാവുൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിനാണ് തനാവുൽ എന്നിവിടെ ഉപയോഗിക്കുന്നത്. തനാവുൽ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ അർത്ഥം വരുന്നൊരു വാക്കാണ്. ഭക്ഷണത്തിന്റെ സമയമാകുമ്പം അത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാവും. അപ്പൊ തനാവുൽ സുഹൂർ എന്ന് പറഞ്ഞാൽ അത്താഴം കഴിക്കുക, തനാവുൽ ഫുത്തൂർ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, തനാവുൽ ഗദ എന്ന് പറഞ്ഞാൽ പിന്നെ ഉച്ചഭക്ഷണം കഴിക്കുക. ഈ രീതിയിൽ എന്താവും, പിന്നെ രീതിയിൽ കഴിക്കുക എന്നുള്ള അർത്ഥം, ഫുഡ് ഈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം വാലിദ് പറയും, സനതനാവലുഹു ഖബല അൽ ഫജ്ർ, സുബഹിക്ക് മുമ്പാണ് നമ്മൾ, ഫജറിന് മുമ്പാണ് ഭക്ഷണം കഴിക്കുക, അത്താഴം കഴിക്കുക. സുമ്മനസ്തരീഹു ഖലീൽ, പിന്നെ നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കും. ഫഇദാ ഹാന അൽ ഫജ്ർ, അങ്ങനെ നേരം വെളുത്താൽ, സുബഹി വാങ്ക് കൊടുത്താൽ, നദ്ഹബു ഇലൽ മസ്ജിദി ലിസ്സലാ, പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി നമ്മൾ പോകും. അപ്പൊ ഇബൻ പറയും, ഉരീദു ഐലൻ അൻ അദ്ഹബ മഅക്, ഞാനും നിങ്ങളെ കൂടെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലിസ്വലാത്തി തറാവീഹി ഗദൻ, നാളെ മുതൽ തറാവീഹ് നിസ്കരിക്കാൻ ഞാൻ നിങ്ങളെ കൂടെ പള്ളിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. വാലിദ് പറയും, ബാറക്കല്ലാഹു ഫീക്, അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ. നമ്മളെപ്പോഴും മടിയുള്ള കുട്ടിയല്ല. അപ്പോൾ സനുസല്ലിൽ ഇശ വ തറാവീഹ് ഫിൽ മസ്ജിദ്, നമ്മൾ പള്ളിയിൽ വെച്ച് തറാവീഹും അതുപോലെ തന്നെ ഇശാവും ഒക്കെ നിസ്കരിക്കും. കുല്ല ലൈലത്തിൻ ബിഇദ്നില്ല, എല്ലാ രാത്രിയും നമുക്ക് എല്ലാ തറാവീഹും എല്ലാം നിസ്കരിക്കണം. അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ എന്നാണ് ബിഇദ്നില്ലാഹിന്റെ അർത്ഥം. ഇബൻ പറയും, മാ അഅ്ദമു സഅദത്തി, എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷമാണ് എനിക്ക്. അത് അറബി പ്രയോഗമാണ് കേട്ടോ, എന്തൊരു സന്തോഷമാണ് എനിക്ക്. സഅദ്ഹബു ഇലാ വാലിദത്തി വ ഉഖ്ബിറുഹ, ഞാൻ എൻ്റെ ഈ സന്തോഷം പറയാൻ വേണ്ടിയിട്ട് എൻ്റെ വാലിദത്ത്, എൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് പോട്ടെ, ഇത് ഞാൻ പറയട്ടെ എന്നുള്ളതാണ്. അപ്പോൾ വാലിദ് പറഞ്ഞാൽ വാപ്പയും, വാലിദത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മയുമാണ്. ദെൻ വാലിദ് പറയും, കുല്ലഹ തഅദ്ദ സുഹൂർ ലിസലാസ യാ ബുനയ്യ റമളാൻ മുബാറക്, എങ്കിൽ കുല്ലഹ ഉമ്മയോട് എന്ത് പറഞ്ഞോളൂ, തഅദ്ദ സുഹൂറൻ ലിസലാസ, മൂന്നാൾക്കാർക്ക് അത്താഴം ഉണ്ടാക്കണം. ഇതുവരെ രണ്ടാൾക്ക് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, ഇനി മുതൽ മൂന്നാൾക്ക് അത്താഴം ഉണ്ടാക്കണം. യാ ബുനയ്യ റമളാൻ മുബാറക്, നിങ്ങൾക്ക് റമളാൻ ആശംസകൾ. ഇത്രയാണ് ഈ ഒരു ഹിവാർ ഉള്ളത്. ഇതിന്റെ മലയാളം കൃത്യമായിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ.